ഹൈറിച്ച് നിക്ഷേപ തട്ടിപ്പു കേസിൽ ഹൈറിച്ച് ഉടമകളായ കെ.ഡി. പ്രതാപനെയും ഭാര്യ ശ്രീന പ്രതാപനെയും ഇ.ഡി. വീണ്ടും ചോദ്യം ചെയ്യുന്നു. കൊച്ചി ഓഫീസിലാണ് ചോദ്യം ചെയ്യുന്നത്. ജിജേഷ് കരുണാകരൻ ചേരുന്നു. ജിജേഷ്, ഈ ഹൈറിച്ച് ഉടമകളെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിൽ എന്ത് വ്യക്തത വരുത്താനാണ് ശ്രമിക്കുന്നത് ഇ.ഡി.? രോഹിണി, കഴിഞ്ഞ ദിവസം വിവിധ കേന്ദ്രങ്ങളിൽ, രാജ്യത്താകെ 15 കേന്ദ്രങ്ങളിൽ ഹൈറിച്ചിന്റെ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടും ഹൈറിച്ചിന്റെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടും വ്യാപകമായ റെയ്ഡുകൾ നടത്തിയിരുന്നു. ഈ റെയ്ഡിന്റെ തുടർച്ചയായി 32 കോടി രൂപയുടെ സ്വത്തുവകകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്ത പ്രധാനപ്പെട്ട സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ, കൂടുതലായി ലഭിച്ച അവരുടെ നിക്ഷേപങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ എന്നിവയെക്കുറിച്ച് ആരായുന്നതിനും അതിനെ ഒരു സ്ഥിരീകരണം നടത്തുന്നതിനും വേണ്ടിയാണ് വീണ്ടും ഇരുവരെയും ചോദ്യം ചെയ്യുന്നത്. ഇതിന്റെ ഉടമകളായ കെ.ഡി. പ്രതാപനും ഭാര്യ ശ്രീനയെയും ചോദ്യം ചെയ്യുന്നത്. നേരത്തെ തന്നെ നിരവധി തവണ പ്രതാപനെയും ഒപ്പം തന്നെ ശ്രീനയെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു. ഒരു ഘട്ടത്തിൽ വ്യാപകമായ റെയ്ഡുകൾ ഇതിനു മുമ്പ് നടത്തിയപ്പോൾ ഹൈറിച്ചിന്റെ ഓഫീസുകളിലും മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളിലും ജീവനക്കാരുടെ വീടുകളിലും അടക്കം റെയ്ഡുകൾ നടക്കുന്ന അതേ ഘട്ടത്തിൽ ഇവർ ഒളിവിൽ പോയിരുന്നു. പ്രതാപനും ശ്രീനയും ഒളിവിൽ പോയിരുന്നു. അതിനുശേഷം കോടതിയെ സമീപിച്ചു, മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കങ്ങൾ നടത്തി. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ അന്വേഷണ സംഘവുമായി സഹകരിക്കണം എന്നതടക്കമുള്ള വാക്കാലുള്ള കോടതിയുടെ പരാമർശത്തെ തുടർന്ന് പിന്നീട് അന്വേഷണവുമായി സഹകരിക്കുകയും അല്ലെങ്കിൽ അത്തരമൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് കോടതിയെ പ്രതികളുടെ അഭിഭാഷകൻ അറിയിച്ചത് അനുസരിച്ച് പിന്നീട് മറ്റൊരു ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാവുകയുമായിരുന്നു. അതിനുശേഷം നിരവധി തവണ ഇരുവരെയും പ്രതാപനെയും ഒപ്പം തന്നെ ശ്രീനയെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിട്ടുണ്ട്. അന്ന് തന്നെ നേരത്തെ തന്നെ 215 കോടിയോളം രൂപയുടെ സ്വത്തുവകകൾ മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എവിടെയെല്ലാമാണ് നിക്ഷേപങ്ങൾ നടത്തിയിട്ടുള്ളത്, മാത്രമല്ല വിദേശ നിക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, കൂടുതൽ സാമ്പത്തിക ഇടപാടുകൾ എവിടെയെല്ലാമാണ് നടത്തിയിട്ടുള്ളത്, മാത്രമല്ല കേരളത്തിന് പുറത്തടക്കം വലിയ തോതിൽ ഭൂസ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയതായ വിവരം അന്വേഷണ സംഘത്തിന് പുതുതായി ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ നിക്ഷേപങ്ങളും വിദേശത്തായിരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം പുരോഗമിച്ചിരുന്നത് എങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി വലിയ തോതിൽ ലാൻഡിലും ഇവർ പണം ഇറക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ തട്ടിപ്പിലൂടെ സമ്പാദിച്ച പണം ഇറക്കിയിട്ടുണ്ട് എന്നതിന്റെ ഒരു വിവരങ്ങൾ ലഭിച്ചു. അങ്ങനെയാണ് മഹാരാഷ്ട്രയിലേക്കും ഛത്തീസ്ഗഡിലേക്കും അന്വേഷണം എത്തുന്നതും. ഇവിടങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണവും റെയ്ഡുകളും പരിശോധനകളും എല്ലാം തന്നെ ആവർത്തിച്ച് അന്വേഷണ സംഘം നടത്തുകയും എല്ലാം ചെയ്തത്. അതിന്റെ തുടർച്ചയായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ തന്നെയാണ് നടക്കുന്നത്. കാരണം 1600 കോടിയിലധികം രൂപയുടെ വലിയ സാമ്പത്തിക തട്ടിപ്പാണ് പ്രതികൾ നടത്തിയിരുന്നത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ക്രിപ്റ്റോ കറൻസി ഇടപാടുകളിലും പങ്കാളികളായിട്ടുണ്ട്. അങ്ങനെയും ആളുകളെ വഞ്ചിച്ച് പണം സമ്പാദിച്ചിട്ടുണ്ട്. പലരോടും 10,000 രൂപ നിക്ഷേപിച്ചാൽ അതിൻ്റെ 3 ഇരട്ടിയായി നൽകുമെന്നും 3 വർഷം കൊണ്ട് പല മടങ്ങായി വർദ്ധിപ്പിച്ച് പണം തിരിച്ചു നൽകുമെന്നെല്ലാം പറഞ്ഞുകൊണ്ടായിരുന്നു ഈ ആളുകളെ കണ്ടെത്തിയിരുന്നത്, അല്ലെങ്കിൽ ഇരകളെ, നിക്ഷേപകരെ കണ്ടെത്തിയിരുന്നത്. 50 ലക്ഷം രൂപ മുതൽ 1 കോടിയിലധികം രൂപ നഷ്ടപ്പെട്ട നിരവധി ആളുകളുണ്ട്. 3 കോടിയും 4 കോടി രൂപയും എല്ലാം ഹൈറിച്ചിന്റെ ഭാഗമായി നിക്ഷേപിച്ച നിരവധി നിക്ഷേപകരുമുണ്ട്. സാധാരണക്കാരായ നിക്ഷേപകർക്ക് കരുവന്നൂരിന് സമാനമായി പണം തിരികെ നൽകാനുള്ള ഒരു നടപടികളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ആലോചിക്കുന്നത്. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ കൂടുതലായി പിടിച്ചെടുത്ത രേഖകളിൽ സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. നിലവിൽ പല ആളുകളും ഇപ്പോഴും ഒളിവിലാണ്. ഈ ശ്രീനയും പ്രതാപനും മാത്രമാണ് അന്വേഷണവുമായി സഹകരിക്കുന്നത്. ഇതിന്റെ മുൻ ജീവനക്കാരടക്കം ഈ തട്ടിപ്പുകൾക്കെല്ലാം തന്നെ ഒത്താശ ചെയ്തിട്ടുള്ള നിരവധി ആളുകളുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട ഏജന്റുമാരായി പ്രവർത്തിച്ച ആളുകളുണ്ട്. അവരിലേക്കെല്ലാം അന്വേഷണം എത്തുന്ന ഘട്ടത്തിലാണ് ശ്രീനയെയും പ്രതാപന്റെയും ചോദ്യം ചെയ്യൽ തുടരുന്നത്. രോഹിണി, ശരി. ജിജേഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.